കർത്താവില് സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരന്മാരെ, 2025 ജൂബിലി വർഷത്തിൽ നമ്മൾ നോയമ്പ് കാലം ആരംഭിക്കുകയാണ്. ചാരബുധനാഴ്ചയോടുകൂടി 40 ദിവസത്തെ നീണ്ടു നിൽക്കുന്ന ത്യാഗഭരിതമായ വിശുദ്ധ കാലത്തേക്ക് നമ്മൾ ഒരുങ്ങുകയാണ്. നോയമ്പ് കാലം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ചാരബുധനാഴ്ച നെറ്റിയിൽ ചാരം കൊണ്ട് കുരിശ് വരച്ച് നമ്മൾ ഈ വിശുദ്ധമായ കാലത്തിലേക്ക് കടക്കുകയാണ്. ആദിമ ക്രൈസ്തവർ ഈസ്റ്ററിന് ഒരുക്കമായിട്ട് 2 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് നടന്ന് കയറിയതിൻ്റെ ചരിത്ര രേഖകൾ നമുക്ക് ഉണ്ട്. അതിനുശേഷം AD 325 ആണ് നിസിയൻ കൗൺസിൽ അഥവാ നിസിയയിലെ സുനഹദോസിലാണ് സഭ ഔദ്യോഗികമായിട്ട് തീരുമാനമെടുത്തത്. ഈസ്റ്ററിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം 40 ദിവസം നീണ്ടു നിൽക്കുന്നതായിരിക്കണം. ക്രിസ്തു മരുഭൂമിയിൽ പോയി പ്രാർത്ഥിച്ച് ഒരുങ്ങിയതുപോലെ 40 ദിവസം നീണ്ട പ്രാർത്ഥനയും പരിത്യാഗവും ദാനധർമ്മവും ഒക്കെ ആയിട്ട് നമ്മൾ ഒരുങ്ങേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സഭ തുടങ്ങുകയാണ്. അതിനുശേഷം സഭ ഈ നോയമ്പ് കാലത്ത് 2 രീതിയിൽ ആഘോഷിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ചരിത്രത്തിൻ്റെ രേഖയിൽ. ഒന്നാമതായിട്ട് ഉപവാസവും പ്രാർത്ഥനയുമായിട്ട്, രണ്ടാമതായിട്ട് വലിയ പാപങ്ങൾ ചെയ്തവർ, കൊലപാതകവും ദൈവനിഷേധവും വ്യഭിചാരവും ഒക്കെ ചെയ്തവർ പരസ്യമായിട്ട് അവരുടെ പാപത്തിന് പരിഹാരം ചെയ്തിരുന്നു. അതിന് ചേർന്നിരുന്ന വസ്ത്രങ്ങൾ ധരിച്ച് അവർ ലോകത്തിൻ്റെ വഴികളിലൂടെ നടന്നു നീങ്ങി തങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിൻ്റെ അടയാളമായിട്ട്. ഏകദേശം 12-ാം നൂറ്റാണ്ട് വരെയൊക്കെ അങ്ങനെ ചെയ്തിരുന്നതിൻ്റെ ചരിത്രരേഖകളൊക്കെ പറയപ്പെടുന്നുണ്ട്. അതിനുശേഷമാണ് സഭ കൂടുതലായിട്ട് ആത്മീയമായിട്ട് ഈ നോയമ്പ് കാലത്തിലൂടെ കടക്കാനായിട്ട് തീരുമാനിക്കുന്നത്. അതിൻ്റെ അടയാളമായിട്ട് ചാരബുധനാഴ്ച പാപം ചെയ്തു പോയ മനുഷ്യർ പാപത്തെ ഉപേക്ഷിച്ച് പുതിയ മാർഗത്തിലൂടെ മാനസാന്തരപ്പെട്ട് ദൈവരാജ്യത്തിൻ്റെ വഴിയിലൂടെ നടക്കുന്നതിൻ്റെ പ്രതീകമായിട്ട്, അവരുടെ അനുതാപത്തിൻ്റെ അടയാളമായിട്ട് നെറ്റിയിൽ ചാരം പൂശി പ്രധാനമായിട്ട് ഈശോ ആവശ്യപ്പെട്ട ഈ 3 പുണ്യകർമ്മങ്ങൾ, 1 പ്രാർത്ഥന, 2 ഉപവാസം, 3 ദാനധർമ്മം. സഭയുടെ ഒത്തിരിയേറെ നൂറ്റാണ്ടുകളായിട്ടുള്ള പാരമ്പര്യമനുസരിച്ചിട്ട് ചാരബുധനാഴ്ച നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷ ഭാഗത്തിൽ നിന്നുള്ളതാണ്. 6-ാമത്തെ അധ്യായം. അതിൽ ക്രിസ്തു പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കതകടച്ച് പിതാവിനോട് പ്രാർത്ഥിക്കുക, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയായിരിക്കരുത്. രഹസ്യത്തിൽ ചെയ്യുന്ന നിങ്ങളുടെ പ്രാർത്ഥന കണ്ട് പിതാവ് നിങ്ങൾക്ക് അനുഗ്രഹം നൽകും. ക്രിസ്തു മനുഷ്യനായി അവതരിച്ച് മനുഷ്യനും ദൈവവുമായിരുന്നു ക്രിസ്തു. തൻ്റെ മനുഷ്യത്വത്തിൻ്റെ പൂർത്തീകരണമായിട്ട് അവൻ പിതാവുമായിട്ട് പ്രാർത്ഥനയിൽ നിരന്തരം ചെയ്തിരുന്നു എന്ന് സുവിശേഷത്തിൽ വളരെയധികം നമ്മൾ കാണുന്നുണ്ട്. ആദിമ മനുഷ്യൻ പാപം ചെയ്തതിന് ശേഷവും അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചതിൻ്റെ അടയാളം നമ്മൾ ഉൽപ്പത്തിയിൽ കാണുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ജനത ഈജിപ്തിൽ അടിമത്തത്തിലായിരുന്നവർ തിരിച്ചു വരുമ്പോൾ മോശയുടെ നേതൃത്വത്തിൽ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പാപം ചെയ്തു പോയ ദാവീദ് രാജാവ് പാപത്തിൻ്റെ മോചനത്തിനായിട്ട് തൻ്റെ തലയിൽ ചാരം പൂശി ചാമ്പലിൽ ഇരുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. വളരെയധികം പ്രാർത്ഥനകൾ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ദൈവവുമായിട്ട് രമ്യതപ്പെടാനായിട്ട്, ചെയ്തു പോയ പാപങ്ങളുടെ പരിഹാരത്തിനായിട്ട് ഒക്കെ മനുഷ്യൻ നീണ്ട പ്രാർത്ഥനകൾ ചെയ്തത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ കണ്ടെത്തുന്നുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ ഉപവാസത്തിൻ്റെ ഒരു സമയമാണ് ഈ നോയമ്പ് കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഉപവാസം എന്നതുകൊണ്ട് മനുഷ്യൻ തൻ്റെ ഏറ്റവും പ്രാഥമികമായ നിലനിൽപ്പിൻ്റെ ഒരു അടയാളമാണ് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. തൻ്റെ വളരെ അടിസ്ഥാനപരമായ ഒരു ആവശ്യം തന്നെ മാറ്റിവെച്ചിട്ട് അവൻ ദൈവവുമായിട്ട് പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഉപവാസത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് മോശ 40 ദിവസം മലയുടെ മുകളിൽ പോയിട്ട് ദൈവവുമായിട്ട് സംസാരിച്ചു, അവൻ പ്രാർത്ഥിച്ച് ഉപവസിച്ചിരുന്നു എന്നുള്ളതാണ്. യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം ഇസ്രായേൽ ജനത്തെ വിളിക്കുന്നു, ഇപ്പോഴെങ്കിലും നിങ്ങൾ അനുതപിച്ച് ഉപവാസത്തോടുകൂടി എൻ്റെ അരികിലേക്ക് തിരിച്ചു വരുമെന്ന്.
ജോയൽ പ്രവാചകനിലൂടെ ദൈവം പറയുന്നു, നിങ്ങളുടെ വസ്ത്രമല്ല കീറേണ്ടത്, നിങ്ങളുടെ ഹൃദയമാണ്. ഉപവാസിച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾ തിരിച്ചു വരൂ എന്നുള്ളത്. ഉപവാസത്തെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ഉപവാസം ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിക്കൽ മാത്രമല്ല, നമ്മളുടെ കഠിനമായ ഹൃദയത്തെ നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് താരതമ്യപ്പെടുത്തി ചെയ്തു പോയ വഞ്ചനയും പാപവും അകൃത്യവും ഒക്കെ ഉപേക്ഷിച്ചിട്ട് ദൈവത്തിൻ്റെ വഴിയിലേക്ക് നമ്മളെ തന്നെ എളിമപ്പെടുത്തി കൊണ്ടുവരുന്നതാണ്. നമ്മളുടെ ഭക്ഷണം നമ്മൾ ഉപേക്ഷിച്ച് അർഹതപ്പെട്ടവനുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഉപവാസം. ഈ ചായബുധനാഴ്ച കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ചത്തെ ഒന്നാമത്തെ വായന, ഉപവാസകാലത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചത്തെ ഒന്നാമത്തെ വായന എപ്രകാരമുള്ളതായിരിക്കണം നമ്മളുടെ ഉപവാസം എന്ന് എല്ലാ വർഷവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. അത് നിങ്ങളുടെ ഭക്ഷണം അർഹതപ്പെട്ടവനുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ്. ഭവനമില്ലാത്തവനെ നിന്റെ ഭവനത്തിലേക്ക് സ്വീകരിക്കുന്നതാണ്. വസ്ത്രമില്ലാത്തവനെ ഉടുപ്പിക്കുന്നതാണ്. ഇതാണ് ഉപവാസം. വെറുതെ ഒരാൾ ഭക്ഷണം ഉപേക്ഷിച്ചിട്ട് വെറുതെ പോയി കിടന്ന് ഉറങ്ങുന്നതല്ല, മറിച്ച് തൻ്റെ അവകാശം മറ്റുള്ളവനുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ്. പ്രാർത്ഥിക്കുന്ന മനുഷ്യനും ഉപവസിക്കുന്ന മനുഷ്യനും ആത്യന്തികമായിട്ട് എത്തിച്ചേരുന്നത് അവൻ ദാനധർമ്മത്തിലൂടെയാണ്. എന്താണ് ദാനധർമ്മം? വെറുതെ ഒരാൾക്ക് കുറച്ച് പൈസ കൊടുക്കുന്നതല്ല. ദാനധർമ്മത്തെക്കുറിച്ച് ഈ അടുത്ത് വായിച്ച ഏറ്റവും മനോഹരമായ ഒരു എഴുത്ത് കഴിഞ്ഞ വർഷം ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയ ദിലിക്സിത് നോസ് എന്ന അവൻ നമ്മളെ സ്നേഹിച്ചു എന്ന ചാക്രിക ലേഖനത്തിൽ പാരഗ്രാഫ് 169 ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട്, ആദിമകാലത്ത് ക്രൈസ്തവർ റോമിൽ വരികയും അന്നത്തെ ദൈവനിഷേധിയും റോമയുടെ ചക്രവർത്തിയുമായിരുന്ന ജൂലിയസ് രാജാവ് ക്രിസ്ത്യാനികളെ കുറിച്ച് പഠിക്കുകയാണ്. തന്നെ ദൈവമായിട്ട് കാണാതെ ക്രിസ്തുവിനെ ദൈവമായിട്ട് കാണുന്ന ഈ മനുഷ്യര് പക്ഷേ റോമിലെ ജനങ്ങളുടെ സ്നേഹത്തിന് പാത്രമായിരിക്കുന്നു. എന്താണ് കാരണമെന്ന് അദ്ദേഹം അന്വേഷിക്കുമ്പോൾ കണ്ടെത്തുന്നത്, ഈ മനുഷ്യര് ക്രിസ്ത്യാനികൾ വളരെ ദരിദ്രരും കഷ്ടപ്പെട്ടവരുമായിരുന്ന ഈ ജനത റോമിൻ്റെ റോഡുകളിൽ കിടന്നിരുന്ന അവസരെയും പാപികളെയും ചുങ്കക്കാരെയും ഒക്കെ ചേർത്ത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് തങ്ങളാൽ കഴിയുന്നത് മുഴുവനും കൊടുക്കുകയാണ്. ഇതറിഞ്ഞിട്ട് റോമ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായിരുന്ന ജൂലിയസ് രാജാവ് തൻ്റെ സാമ്രാജ്യത്തിലും ഈ ക്രിസ്ത്യാനികൾ ചെയ്ത് അഭിമാനം നേടിയതുപോലെ ദാനധർമ്മം നടത്താനായിട്ട് എല്ലാ സ്ഥലങ്ങളിലും അതിഥികൾക്കുള്ള ഭവനവും ഭക്ഷണവും രോഗികൾക്ക് വേണ്ടിയൊക്കെ കൊടുക്കണമെന്ന് രേഖ പുറപ്പെടുവിച്ചതിനെ കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ ചാക്രിക ലേഖനത്തിൽ പറയുന്നുണ്ട്. എന്നിട്ടും ഒരു രാജാവിന് പോലും അന്നത്തെ പാവപ്പെട്ട ക്രൈസ്തവർ ചെയ്തിരുന്ന ദാനധർമ്മത്തിൻ്റെ അടുത്തെത്താൻ പോലും പറ്റിയിരുന്നില്ല എന്നുള്ളതൊക്കെ ചരിത്രത്തിൻ്റെ രേഖയാണ്. ഉപവാസകാലം നമ്മൾ ദാനധർമ്മത്തിൻ്റെ കാലം കൂടിയാണ്. അത് വെറുതെ ഒരാളെ സഹായിക്കലല്ല, മറിച്ച് ക്രിസ്തു ചെയ്തതുപോലെയാണ് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ചാക്രിക ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, താൻ ദൈവമായിരുന്നിട്ടും തന്നെ ശൂന്യനാക്കി മനുഷ്യന്റെ രൂപം സ്വീകരിച്ച് നമ്മളിൽ ഒരാളായി കുരിശിൽ മരിച്ച ക്രിസ്തുവിനെ പോലെ തന്നെ എളിമപ്പെടുത്തി മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് പരിഗണന കൊടുക്കുന്നതാണ് യഥാർത്ഥ ക്രൈസ്തവ ദാനധർമ്മം. ഈ ഉപവാസകാലത്ത് കൂടുതലായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട്, കൂടുതലായിട്ട് ഉപവസിക്കുവാനായിട്ട്, കൂടുതലായിട്ട് മറ്റുള്ളവരുമായിട്ട് നിങ്ങളുടെ സമയവും കഴിവും സമ്പത്തും ഒക്കെ പങ്കുവയ്ക്കാനായിട്ട് ഉള്ള ഒരു കാലമായി തീരട്ടെ ഈ നോയമ്പ് കാലം എന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട് ആശംസിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഓരോ ദിവസവും നമ്മൾ കേരളത്തിൻ്റെ നിയമസഭയിലൊക്കെ പോലും പ്രസംഗിച്ചു കഴിഞ്ഞ കാര്യമാണ് മയക്കുമരുന്നും കൊലപാതകവും ഒക്കെ ഓരോ ദിവസവും നമ്മുടെ കൊച്ചു കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പല നിരായുധരായ ജനങ്ങളുടെ രക്തം നമ്മളുടെ കേരളത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് നീതിക്ക് വേണ്ടിയിട്ട് നിലവിളിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ 40 ദിവസവും ക്രിസ്ത്യാനികളായ നമുക്ക് ഓരോരുത്തർക്കും ദൈവസന്നിധിയിൽ നമ്മുടെ നാടിന് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട്, വ്യക്തികൾക്ക് വേണ്ടിയിട്ട്, വൈദികർക്ക് വേണ്ടിയിട്ട്, സന്യസ്തർക്ക് വേണ്ടിയിട്ട്, ലോകത്തിന് വേണ്ടിയിട്ട്, സഭയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ദാനധർമ്മം ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സമയമായിട്ട് ഈ നോയമ്പുകാലം തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഒരു നോയമ്പുകാലം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവ് മരുഭൂമിയിൽ പോയി പ്രാർത്ഥിച്ചതുപോലെ പ്രലോഭനങ്ങളെ, നമ്മുടെ അഹങ്കാരത്തെയൊക്കെ തരണം ചെയ്യാനായിട്ട് ക്രിസ്തു നമ്മളെല്ലാവരെയും
ആശീർവദിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.